ചർമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാണോ? ഫുള്ള് ടാനും ഡാർക്ക്നെസ്സും ആണോ? ടെൻഷൻ അടിക്കണ്ട, അടിപൊളിയായിട്ടുള്ള ചർമ്മം നമുക്ക് നേടാം നിമിഷങ്ങൾക്കകം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ടും ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. ₹1 പോലും നമ്മൾ മുടക്കേണ്ട, നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ഒരു അടിപൊളി സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. 25 മിനിറ്റ്സ് എടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യൽ ആണ്. ഫേഷ്യലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ഒരു ഐറ്റം ആണ്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നെസ്സിന് സഹായിക്കും, സ്കിൻ ഗ്ലോ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു റെമഡിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കും ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചക്കക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ചക്കക്കുരു ചക്ക എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ മാറ്റിയിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ചക്കയും ചക്കക്കുരും കൊണ്ടൊക്കെ എന്തെല്ലാം ഗുണങ്ങളാണ് അല്ലേ? പണ്ടുള്ള എന്താ പറയുക, കുറച്ച് പ്രായമായ അമ്മൂമ്മമാരൊക്കെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചക്കക്കുരു ഉപയോഗിച്ചിട്ട് പൗഡർ ആക്കി വെക്കും. എന്നിട്ട് അത് പുട്ടിനും അതുപോലെ ദോശയൊക്കെ ചൂടാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വീട്ടിൽ എടുത്തു വെച്ച ആൾക്കാർ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് ഇല്ലാച്ചാൽ നമുക്കത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. വളരെ എഫക്റ്റീവായ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. ഫേഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫേഷ്യലാണ്. എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതും കൂടെ കാണാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. 5 ചക്കക്കുരുവാണ് വേണ്ടത്. ഫേസ് പാക്കും നമ്മുടെ കഴുത്തിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ചക്കക്കുരു അവൈലബിൾ അല്ലാച്ചാൽ ചക്കക്കുരുവിൻ്റെ പൗഡർ കിട്ടും കേട്ടോ. ആ പൗഡർ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാലും മതിയാവും. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹണിയാണ്. ഇഷ്ടമുള്ള ഹണി ഏതാ വെച്ചാൽ എടുത്തോളൂ കേട്ടോ. ഇനി ചക്കക്കുരുവിൻ്റെ പുറത്തൊരു തൊലിയില്ലേ, ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയെടുക്കാം. പുറത്തുള്ള ബ്രൗൺ കളർ വേണമെന്ന് കളഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്കിനി ഇതൊരു ബ്ലെൻഡറിലോ മിക്സി ജാറിലോ ചേർത്തിട്ട് നല്ല കട്ടിയുള്ള പാല്, വെള്ളം ചേർക്കാത്ത പാല് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മൂക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൈര് ചേർക്കാവുന്നതാണ്. എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെങ്കിൽ 1 സ്പൂൺ അലോവേര കൂടി ചേർത്തോളൂ കേട്ടോ. നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കുക. ഫിലിപ്സിൻ്റെയാണ് ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത്. എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി. ഇനി ഫൈനലി നമുക്കിതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. ഒന്നും മേക്കപ്പോ ഡേർട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക. സ്റ്റീം ചെയ്യാൻ വേണ്ടി തുളസി ലീവ്സ് ഇടാം. അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും മതി. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മൾ സ്റ്റീം കൊടുക്കുക. ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഡെയിലി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സ്ക്രബ് പക്ഷേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് സ്ക്രബാണ്. അല്പം ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 1 ദിവസമാണ് സ്ക്രബ് ചെയ്യേണ്ടത്. സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും ചുണ്ടുകളിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. 20-25 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതങ്ങനെ മുകളോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഇളകി പൊയ്ക്കോളും. കണ്ടോ? കണ്ട താഴെ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളകി കളയുക. അപ്പോൾ രോമം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഹെയർസൊക്കെ പൊയ്ക്കോളും. അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഒരു മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ കേട്ടോ. സ്ക്രബ് എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിക്കാം. നമുക്ക് ഇതിന്റെ മാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നമ്മളുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്.